Greetings to all in the matchless name of our Savior Lord Jesus Christ. By the grace of God, once again, as we gather today as the 6th Shaka meeting of the Abudhabi Marthoma Yuvajana Sakyam on the topic COVID, what next? I take this opportunity to welcome our Sakyam President, Reverend Jiju Joseph, in the presence of our Vice President, Reverend Ajit Epen. I humbly welcome Dr.Job Simon, physician and endocrinologist from Burjeel Hospital, Abu Dhabi, who will be leading the session on the topic COVID, what next? We welcome you, sir. I welcome our Sakyam office bearers to the session and also take this opportunity to welcome all the Sakyam members who is helping us by leading today's session. Opening prayer, Mr. Vinod Matthew. Bible reading, Ms. Brincy Miraj. Song, Ms. Princey Bobbin. Thank you note by Mr. Gino Burgess. Closing prayer, Mr. Biju George. And finally, would like to welcome all the church members listening to us as audiences today, without whom the session will be incomplete. We welcome you all. ശ്രീമതി പ്രിൻസി ബോബൻ ഒരു ഗാനം ആലപിക്കും. കേൾക്കാമോ? പകലരുതേ നാഥായൻ പ്രാർത്ഥന കേട്ടിടാതെ, അണയണമേ നാഥായൻ കണ്ണുനീർ ഒപ്പിടുവാൻ. നീ എൻ ചാരെ വന്നാൽ, ആശ്വാസമൊഴികൾ തന്നാൽ. നീ എൻ ചാരെ വന്നാൽ, ആശ്വാസമൊഴികൾ തന്നാൽ. എൻ ഖിന്നത മാറിയിടുമേ. ഒരു വാക്കുമതി എൻ്റെ യേശുവേ, ഈ വ്യാധികൾ നീങ്ങിടുവാൻ. ഒരു വാക്കുമതി എന്നേശുവേ, എൻ വേദന നീങ്ങിടുവാൻ. ആശ്വാസമില്ലാതെ അലഞ്ഞിടുമ്പോൾ, ആശിപ്പാനില്ലാതെ ഉലഞ്ഞിടുമ്പോൾ, ആശ്വാസമില്ലാതെ അലഞ്ഞിടുമ്പോൾ, ആശിപ്പാനില്ലാതെ ഉലഞ്ഞിടുമ്പോൾ, വാതിൽക്കൽ വന്നിഞ്ഞു മുട്ടിയിടണേ, എൻ്റെ വേദന പങ്കിടണേ. വാതിൽക്കൽ വന്നിഞ്ഞു മുട്ടിയിടണേ, എൻ്റെ വേദന പങ്കിടണേ. ഒരു വാക്കുമതി എൻ്റെ യേശുവേ, ഈ വ്യാധികൾ നീങ്ങിടുവാൻ. ഒരു വാക്കുമതി എന്നേശുവേ, എൻ വേദന നീങ്ങിടുവാൻ. പാപാന്ധകാരത്തിൽ വലഞ്ഞിടുമ്പോൾ, പാവനാത്മാവെ ഞാൻ മറന്നിടുമ്പോൾ, പാപാന്ധകാരത്തിൽ വലഞ്ഞിടുമ്പോൾ, പാവനാത്മാവെ ഞാൻ മറന്നിടുമ്പോൾ, ഈ സോപ്പിനാൽ എന്നെ ശുദ്ധീകരിക്ക, ഹിമം പോലെ വെണ്മയാക്കൂ. ഈ സോപ്പിനാൽ എന്നെ ശുദ്ധീകരിക്ക, ഹിമം പോലെ വെണ്മയാക്കൂ. ഒരു വാക്കുമതി എൻ്റെ യേശുവേ, ഈ വ്യാധികൾ നീങ്ങിടുവാൻ. ഒരു വാക്കുമതി എന്നേശുവേ,
ഈ വേദന നീങ്ങിടുവാൻ. അകലരുതേ നാഥായൻ പ്രാർത്ഥന കേട്ടിടാതെ. അണയണമേ നാഥായൻ കണ്ണുനീർ ഒപ്പിടുവാൻ. നീ എൻ ചാരെ വന്നാൽ ആശ്വാസമൊഴികൾ തന്നാൽ. നീ എൻ ചാരെ വന്നാൽ ആശ്വാസമൊഴികൾ തന്നാൽ എൻ ഖിന്നത മാറിയിടുമേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ആരാധനയ്ക്ക് ശേഷം ജനസഖ്യത്തിന്റെ ശാഖാ മീറ്റിംഗായി ഇപ്രകാരം കൂടി വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ സെഷന് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഡോക്ടർ ജോബ് സൈമൺ സാർ നേതൃത്വം നൽകുന്ന വളരെയേറെ സന്തോഷകരമാണ്. നമ്മളുടെ ഇടവകാംഗം തന്നെ നമുക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളത് വളരെ ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ്. ഡോക്ടറിന്റെ ഇന്നത്തെ ക്ലാസ്സുകൾ നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രത്യേക പ്രാർത്ഥിക്കുകയും ഡോക്ടറുടെ സാന്നിധ്യത്തിനുള്ള പ്രത്യേക സന്തോഷവും സ്നേഹവും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ ഈ ഒരു കാലഘട്ടം ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരും തന്നെ കടന്നുപോയിട്ടില്ലാത്തതായ ഒരു പ്രത്യേകതര കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ സംഭവിച്ചതായ ഒരു സ്പാനിഷ് ഫ്ലൂവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മളുടെ ദുസ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. പലതരത്തിലുള്ള വൈറസുകൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. അടുത്ത കാലത്തുണ്ടായിരുന്ന ഒരു നിപ്പ വൈറസിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിന്റെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാല് ഇതുവരെ സംഭവിച്ചതായ കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രത്യേക സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രത്യേക ആളുകളുടെ ഇടയിലേക്കോ മാത്രം ചുരുങ്ങിയിരുന്ന പല രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ഒക്കെ ആയിരുന്നു. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പം ഒരു പ്രളയം വന്നു, കേരളത്തിൽ പ്രളയം വന്നു. നാം എല്ലാവരും ഇവിടെ നിന്ന് നമ്മൾ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തവരാണ്. അല്ലെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ നമ്മളുടെ നാടിന്റെ അവസ്ഥയിൽ പ്രയാസത്തിൽ അവിടെ പങ്കുചേർന്നതൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി, അവിടെ ആളുകൾ സഹായം എത്തിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അതിനൊക്കെ ഒരു പങ്കുകാരായിട്ടുണ്ട്. അതല്ല ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്കാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ അവരെ സഹായിക്കാനായിട്ട് പറ്റുമായിരുന്നു. എന്നാൽ ഈ കോവിഡിന്റെ ഒരു പ്രയാസം വന്നപ്പോൾ എല്ലാവരും അഫക്റ്റഡ് ആണ്. ഇതിൽ ആരും മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെയാണ് സഹായിക്കേണ്ടത് എന്നുള്ളൊരു വലിയ പ്രയാസം. നമ്മളെ സഹായിക്കുന്നതായ ഡോക്ടേഴ്സ്, നേഴ്സസ്, ആരോഗ്യ പ്രവർത്തകർ അവരെല്ലാവരും തന്നെ അഫക്റ്റഡ് ആകുന്നതായ ഒരു പരിസ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആരെയാണ് സഹായിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ പരസ്പരം സഹായിക്കുകയാണ്. രോഗം അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ രോഗമുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മളുടെ ആരോഗ്യ പ്രവർത്തകർ അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങുന്നത്. അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. രോഗം വന്നാലും ശുശ്രൂഷിക്കുക എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അതെല്ലാം മുന്നിട്ട് ഇറങ്ങുകയാണ്. അവിടെ മടി പിടിച്ചു നിൽക്കാനോ പുറകോട്ട് മാറി നിൽക്കാനോ സാധ്യമാകാതെ അവർ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് എന്തായിത്തീരും ഇതെല്ലാം കോവിഡ് വന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളാരും പ്രതീക്ഷിച്ചില്ല. ഇത്രയും നാൾ നീണ്ടു നിൽക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല.
നമ്മളുടെ ആരാധന നടക്കാതെ വരും എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. ദേവാലയത്തിൽ നമുക്ക് ഒത്തുകൂടാൻ സാധിക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. ഇങ്ങനെ സഖ്യം മീറ്റിംഗ് അടുത്ത വർഷം മുതൽ നമ്മൾ സൂം പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നത്, ഓൺലൈനാണ് ചെയ്യുന്നതെന്ന് നമ്മളാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. വല്ലാത്തൊരു കാലഘട്ടം എന്ന് ഈ കാലഘട്ടത്തെ കുറിച്ച് പലരും പറയാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇനിയും അടുത്ത എന്താണ്, ഇനി മുൻപോട്ട് എങ്ങനെയാണ്, ഇത് അഫക്റ്റഡ് ആയ ആളുകൾക്ക് എങ്ങനെയാണ്, അഫക്റ്റഡ് അല്ലാത്ത ആളുകൾ, രോഗം വരാത്തായ ആളുകൾ, അവർക്കിത് മുൻപോട്ട് എങ്ങനെയാണ്, അപ്പോൾ നമ്മുടെ ഒരു ലോകത്തിന്റെ ഭാവി തന്നെ എങ്ങനെയാണ്, അതൊന്നും നമുക്ക് നിശ്ചയമില്ലാത്തതായ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. മാസ്ക് ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിയും. നമ്മൾ ഉടുപ്പൊക്കെ ഇടുന്ന പോലെ തന്നെ അത് അതിന്റെ ഒരു പാർട്ടാണ് ഇപ്പം മാസ്കും. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ പഴയ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നി, മാസ്ക് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് കണ്ട ആളുകളെല്ലാം ഒരുമിച്ച് കൂടി വരും. നമുക്കിപ്പോൾ അത് ആലോചിക്കാൻ കൂടി വയ്യ. ഇത്ര ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നതെന്ന് നമുക്ക് ഇന്ന് ആലോചിക്കാൻ പോലും വയ്യാത്ത കാര്യമാണ്. എന്നാലൊരു 1-1.5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടി വന്ന ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ നാളെ എന്താണ്, ഇതെന്നാണ് ഇതൊക്കെ ഒന്ന് അവസാനിക്കുന്നത്, എന്നാണ് പഴയതുപോലെ ഒന്ന് മടങ്ങി വരുന്നത്, ഇതിനെക്കുറിച്ചൊന്നും നിശ്ചയമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. നമ്മുടെ ഇടവകയിലാണെങ്കിലും അനേക ആളുകൾ രോഗികളായിരുന്നു, അനേക ആളുകൾ ഇപ്പോൾ രോഗികളായി ഉണ്ട്. ഓരോ ദിവസവും പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന് പ്രിയപ്പെട്ട ഡോക്ടർ ആവശ്യമായ നേതൃത്വം നൽകുവാനായിട്ട് വന്നിരിക്കുമ്പോൾ ഞാൻ ഈ കോവിഡിനെ കുറിച്ച് പറയുവാൻ ഒരു പ്രാപ്തിയുള്ള ആളൊന്നുമല്ല. ഞാൻ ഈ അനുഭവം കണ്ട് പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ മാത്രമാണ് ഇതിനെക്കുറിച്ചെല്ലാം ആധികാരികമായി സംസാരിക്കുവാൻ പ്രാപ്തിയുള്ള ഡോക്ടർ ജോബ് സൈമന്റെ പ്രസൻസ് നമുക്ക് ഏറ്റവും അധികം സന്തോഷകരമാണ്. വാട്ട് നെക്സ്റ്റ് ഒരു തീമായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണല്ലോ. ഇന്നത്തെ സെഷന് നേതൃത്വം നൽകുന്നതിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെയും ബഹുമാനപ്പെട്ട ഡോക്ടർ ജോബ് സൈമനെ ക്ഷണിക്കുന്നു. ഈ ക്ലാസ്സിന് ശേഷം നമുക്കൊരു ഓപ്പൺ ഫോറം ഉണ്ടാകും. ആ സമയത്ത് നമുക്ക് ഡോക്ടറിനോടുള്ള സംശയങ്ങളൊക്കെ ചോദിച്ച് സംശയ നിവാരണം വരുത്താവുന്നതാണ്. ഡോക്ടറെ ഏറ്റവും അധികം സന്തോഷത്തോടുകൂടെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. Thank you so much, Acha, and thank you everybody for being here. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അച്ഛൻ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇപ്പൊ നമ്മൾ ആലോചിക്കും, വൈ ഷുഡ് വി ടോക്ക് അബൌട്ട് കോവിഡ്? കോവിഡ് പകുതി പേർക്ക് ഓൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ isn't it an old story? It's not an old story. പ്രത്യേകിച്ച് UAE പോലൊരു രാജ്യത്ത്, one of fortunate countries, really നമ്മൾ ശരിക്കും ദൈവം അനുഗ്രഹിച്ചത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് we should not forget. കാരണം the ministry has been so proactive in protecting us. മിക്കവാറും രാജ്യങ്ങളിലൊന്നും ഇല്ലാത്ത പോലെയുള്ള അവൈലബിലിറ്റി ഓഫ് വാക്സിൻസ്. അത് ഞാൻ at the beginning തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. We are so lucky, so blessed to be here. നമുക്ക് നമ്മുടെ രാജ്യത്ത് like 77% have gotten 1 dose here, 68% has gotten are fully vaccinated. അപ്പോ isn't it the story is over? No, still we are getting 1500 cases of COVID. എൻ്റെ പേഷ്യൻസ് തന്നെ ഇപ്പോൾ 3 പേര് ഇപ്പോൾ ക്വാറന്റൈനിലുള്ള ആൾക്കാർ എനിക്കറിയാം. ഇന്നലെ രാത്രി കൂടെ ഒരാൾ വിളിച്ചതേ ഉള്ളൂ. So that is still an ongoing crisis, and so I would like to tell you what we could look forward to and what we should be doing. So COVID, what next? എന്ന് ഞാൻ ടൈറ്റിൽ ഇടാൻ കാര്യം, what should we do next? But that depends a lot on what is the virus going to do next. അപ്പോ നമുക്ക് വൈറസിനെ കുറിച്ച് നമുക്ക് അറിയാം. ഇത് കൊറോണ വൈറസ് എന്ന് പറഞ്ഞ ഒരു പുതിയ വൈറസ് അല്ല. ഇറ്റ്സ് ബീൻ അറൌണ്ട് ഫോർ എ വൈൽ. ഇറ്റ് ഹാസ് ബീൻ അഫക്റ്റിംഗ് ആനിമൽസ് ഫോർ എ ലോങ് ടൈം. ഹ്യൂമൻസിൽ തന്നെ നമ്മുടെ ഏരിയയിൽ തന്നെ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, മേഴ്സ് എന്ന് പറഞ്ഞത് കണ്ടിട്ടുണ്ട്. സാഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഈ പുതിയ വൈറസ് കോവിഡ്
എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ഇപ്പോഴും വളരെ വ്യക്തമല്ല. ദാറ്റ്സ് not been figured out yet. പക്ഷേ I will tell you what we have figured out lately and what we should be doing. അപ്പോൾ വൈറസുകൾ, this was first of course identified in China, then it traveled all over. അപ്പോൾ നമ്മൾ generally what we talk about is the common virus was used to be alpha. പിന്നെ ഇപ്പൊ യൂറോപ്പിലൊക്കെ ഒത്തിരി ബീറ്റ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടില് ഇന്ത്യൻ വേർഷൻ എന്ന് പറയുന്ന ഡെൽറ്റ വേരിയന്റ് ഉണ്ട്. അതിപ്പോ ഇന്ത്യൻ വേർഷൻ ഇപ്പൊ നമ്മൾ പറയാറില്ല. we call it alpha, beta, delta അങ്ങനെ. അപ്പൊ ഈ ഡെൽറ്റയാണ് ഇപ്പോഴത്തെ ഒരു വലിയ പ്രോബ്ലം ആയിട്ട് വരാൻ പോകുന്നത്. So that is why I think we probably should be aware of what is going on. കാരണം നമ്മൾ എല്ലാം കണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ള ഭീതി എല്ലാം മാറി, എല്ലാം എവറിത്തിങ് ഈസ് ഓക്കെ എന്നുള്ളൊരു ഫീലിംഗിലേക്ക് നമ്മൾ കംപ്ലേസന്റ് ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ആക്ച്വലി ഇറ്റ്സ് പുതിയൊരു മ്യൂട്ടേഷൻ ആണ്. വാട്ട് ഈസ് മ്യൂട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ഈച്ച് ജനറേഷൻ ഇച്ചിരി മുഖച്ഛായ മാറുമല്ലോ. അതേപോലെ വൈറസസ് ദേ മ്യൂട്ടേറ്റ് ഓവർ ടൈം. ദാറ്റ്സ് വാട്ട് ദേ ഡു. അപ്പോൾ അതിൽ there are hundreds of mutation out there. അപ്പോൾ ഗവൺമെന്റും WHO എല്ലാം, ഈവൻ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വരെയും we are tracking all the mutations that are coming out. അപ്പോൾ അതിലൊരു 2-3% ഒക്കെ കാണുള്ളൂ ട്രബിൾ മേക്കേഴ്സ് എന്ന് പറയുന്നത്. either they cause easy infection, കുറച്ചുകൂടെ പെട്ടെന്ന് സ്പ്രെഡ് ആവും. ലൈക്ക് പുതിയ ഡെൽറ്റ വേരിയന്റ് പെട്ടെന്ന് സ്പ്രെഡ് ആവും. അതല്ലെങ്കിൽ ചിലത് മേ മേക്ക് യു സിക്കർ. അപ്പോൾ ലക്കിലി ഇപ്പൊ ഉള്ളതില് വേഴ്സ്റ്റ് എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. ദാറ്റ് ഈസ് നൗ പെട്ടെന്ന് അതിന്റെ നമ്പേഴ്സ് കയറുവാണ്. പക്ഷെ അതിനകത്ത് ഒരു ഗുഡ് സൈഡും കൂടെ ഉണ്ട്. ഗുഡ് സൈഡ് ഈസ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ഡെൽറ്റയ്ക്കെതിരെയും വർക്ക് ചെയ്യും. അതായത് നമ്മൾ മാസ്ക് ഇട്ടാല്, നമ്മൾ സോഷ്യൽ ഐസൊലേഷൻ നോക്കിയാല്, ക്വാറന്റൈൻ ചെയ്താല്, നമ്മുടെ ടെസ്റ്റുകൾ സ്റ്റിൽ വർക്ക് ടു പിക്ക് അപ്പ് ദിസ് തിങ്. Treatment still work, vaccines still work, maybe not to that extent, but 88 to 90% vaccines are working against Delta also. So that is the good side. God has been kind to us. പക്ഷെ നാളെ ഇത് ഇനിയും പുതിയ മ്യൂട്ടേഷൻ വന്നു കൂടുന്ന യാതൊരു ഗ്യാരണ്ടി ഇല്ല. So the bottom line is we should be careful still. So ഈ ഡെൽറ്റയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് it can ട്രാൻസ്മിറ്റ് മച്ച് ഈസിലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിലില് 0.1% ഉണ്ടായിരുന്നുള്ളൂ അമേരിക്കയില് ഈ ഡെൽറ്റ വേരിയന്റ്. ഇപ്പൊ അത് 83% ആയി. ആസ് ഓഫ് ലൈക്ക് ജസ്റ്റ് 2 days ago. UK is 90%. അപ്പൊ ഇത് മച്ച് മോർ കണ്ടിജിയസ് ആണ്. So there is now warnings in all countries, even by WHO, to be very, very, very careful. It's much more likely to increase hospitalization. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, as the number of people and population gets more and more vaccinated, majority is going to who will get sick will be the ones who are already gotten vaccinated. അതിനകത്ത് വലിയ സർപ്രൈസ് ഇല്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ വാക്സിൻസ് 100% അല്ല. Remember, there is only God who is 100%. There is no man-made thing which is 100%. That's very, very important for us to remember. So at the most we may get 95%, 98%. Pashele, we must do all we can do. Remember, nothing is 100% in life. Apo do not let your guard down. The very, very important ആണ്. അപ്പോ ഞാൻ കുറെ കാര്യങ്ങൾ നേരത്തെ I did that for doctors. ഞാനൊരു മീറ്റിംഗ് ഇതുപോലെ ചെയ്തപ്പോൾ had lot of questions. അപ്പൊ I was trying to see what people would like to know about this thing. Is that okay? I tried to formulate some questions. My question was, okay, കുറെ ആൾക്കാർ ചോദിക്കും, I already got COVID. What should I do now? Okay, first of all, COVID വന്നു കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാക്സിനേഷൻ എടുക്കണം. എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു വ്യക്തമായ ഒരു ആൻസർ ഇല്ല. കാരണം we may be protected for maybe 2 months, maybe 3 months, maybe 6 months, maybe even longer. പക്ഷെ അത് വ്യക്തമായിട്ട് ഈ ഓരോ ആളിന്റെ കാര്യത്തിൽ it will be different. So we are better off taking the vaccination
maybe within a month or two. പ്രത്യേകിച്ചും like vast majority 98%ഉം പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെയാണ് പോകുന്നത്. നമുക്കിപ്പോൾ ഈ ചില പ്രത്യേക റെയർ കണ്ടീഷൻസ് മൾട്ടി സിസ്റ്റം ഇൻഫ്ലാമേറ്ററി സിൻഡ്രോം ഇതൊക്കെ നമ്മൾ പറയുന്ന ക്ലോട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരിൽ വി വെയിറ്റ് സം മോർ ടൈം. അന്നേരം പിന്നെ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ ഫൈസറോ മൊഡേണോ ഒക്കെ യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷെ അതല്ലെങ്കിൽ after a month or two we can definitely go ahead and take the vaccine. Remember, we protect ourselves, we also protect others from getting infected. That is also a very key consideration. As Christians, we should be aware that we may be protected, but we may not be protected enough to prevent transmission. So that's very, very important. And what about children? Children above 12, Pfizer vaccine, it's safe, tests have been done. Even younger age group, there are studies that are being done right now. Official recommendations vannittilla, but I think that will come. As of now, while we ration vaccine, generally children have much less risk of getting sick. So that is why children vaccination nammal ippam recommend cheyadathu, but I think it's going to come, because once schools reopen and physical classes start, this might come in, because there are some studies which show up to 18% transmission in some school systems in some other countries, and the kids oftentimes they don't get sick, but they make the vulnerable population at home sick. So that is a very important thing that we should be aware of. So taking vaccine in children above 12 as of now is available in Abu Dhabi, so we must go ahead and do it. And what about pregnancy and lactation? Yes, there is no harm in lactating mothers. In fact, it might even be good. There's breast milk does not transmit virus. Second, breast milk can transmit antibody against COVID, so it might protect the baby as well. So what if in pregnancy? In pregnancy, there's no definitive big studies done, but as of now, there is no definitive risk. So it might also be preferable. Remember, if you are a nurse or a healthcare worker, or you are working with a lot of people in a high volume area, your risk of catching infection is very high. So the risk from any small potential risk of any vaccine is so minimal. Now we're talking about, like maybe 1 or 10 in a million. That's very, very small. So compared to the risk of catching COVID, you should not, blow it out of proportion. COVID is much higher risk. Remember, only like 1 in 200 people, of 200 people who die with COVID, only 1 has been vaccinated. Majority who are dying with COVID are non-vaccinated people. So still vaccination is our best option out there. So നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി there's too many conspiracy theories and alternative medicine claims and all that, but these are the numbers from WHO. So the death rate has definitely been coming down all this time. ഇപ്പൊ ഈ ഡെൽറ്റ വന്നപ്പോഴേ ഉള്ളൊരു ചെറിയൊരു അപ്റ്റിക് കാണുന്നുണ്ട്. That is why we should not let our guard down. Take vaccination as soon as we can get it, and still maintain all our previously നമ്മൾ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും, like social distancing, wearing mask, washing hands. നമ്മളൊരു ഇൻഡോർ ഏരിയയിലാണെങ്കിൽ try to avoid having major congregations together in an indoor area. അങ്ങനെ ചെയ്യുവാണെങ്കിൽ, if you have to do it, remember, try to keep the windows open. ഒരു fresh air flow ഉണ്ടെങ്കിൽ it's so much better. The virus concentration in the room will come down tremendously. Another question I get a lot from patients is, what about fertility issues? There are no fertility issues whatsoever with any vaccine out there. So there's no concern in that respect. Other thing is, can you transmit virus to somebody else if you got the vaccine? No, that cannot happen. കാരണം ഇതിനകത്തൊന്നും live virus അല്ല. So there is no risk of you spreading it to somebody else. So having said that, I think the most important thing is, what do you get if you take vaccine? I mean, you might get a little bit of headache, sore throat, a little bit of fever. Just use paracetamol. പക്ഷേ അതെല്ലാം generally വളരെ വളരെ mild ആണ്. Extremely rare cases of blood clots and such
rare conditions on the but I think it gets too much media attention. That those are like 1 or 2 in a million. So we should not really pay undue attention to those things. One more thing to remember, vaccine COVID what happens? Commonest problem headache. COVID headache runny nose, common. Sore throat. Sneezing. Pneumonia. Pneumonia is much rare in people who catch COVID after vaccination. So that is why I always recommend, take the vaccine as soon as you can get it. So one other thing that I want to talk about is long COVID syndrome. See, 2 to 3% of people who get COVID end up in the hospital or ICU. ICU COVID മാത്രമല്ല ഏത് കാരണം കൊണ്ട് നമ്മൾ ICU അഡ്മിറ്റ് ആയി കഴിഞ്ഞാലും അവിടുന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ വെരി ട്രോമാറ്റിക് ഇവന്റ്. അപ്പോൾ മാനസികമായിട്ട് നമ്മളെല്ലാം തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് അത് കൂടാതെ തന്നെ ശാരീരികമായിട്ടും പല പ്രശ്നങ്ങളുണ്ട്. പോസ്റ്റ് ICU സിൻഡ്രോം അത് പലപ്പോഴും 6 മാസം മുതൽ 1 വർഷം വരെയും പല കേസുകളിലും അത് ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇൻ കോവിഡ്, ഇൻ എനി ക്രിട്ടിക്കൽ ഇൽനെസ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സിഗ്നിഫിക്കന്റ് പ്രൊപ്പോർഷൻ ഉണ്ട്. പക്ഷേ അതല്ലാതെ തന്നെ വളരെ സിക്ക് അല്ലാത്ത ആൾക്കാരിലും കോവിഡ് വന്നവരിൽ പലപ്പോഴും പല പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അതിപ്പം 20 വയസ്സുള്ള കുട്ടികളിലാണെങ്കിൽ യങ്സ്റ്റേഴ്സിലാണെങ്കിൽ അതിന്റെ റേറ്റ് ഇസ് ഓൺലി അബൌട്ട് 1%. അതേസമയം 60 വയസ്സ് കഴിഞ്ഞവരിലാണെങ്കിൽ അത് 5% ആണ്. സോ ആൻഡ് യൂഷ്വലി ആഫ്റ്റർ 3 months ആണെങ്കിലേ നമ്മൾ അതിനെ സിഗ്നിഫിക്കന്റ് എടുക്കുള്ളൂ. അപ്പോൾ അതിന് വ്യക്തമായ ഒരു നല്ല ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ ആക്ച്വലി അവൈലബിൾ അല്ല. അപ്പോൾ അതിനെക്കുറിച്ച് lot of research has been going on. Government has been funding a lot of research in this regard. US-ൽ തന്നെ പല ഹോസ്പിറ്റലുകളിൽ ലോങ് കോവിഡിന് ക്ലിനിക്സ് തന്നെ ഉണ്ടായിട്ടുണ്ട്. വേർ ഇറ്റ്സ് മൾട്ടി ഡിസിപ്ലിനറി. ദർ വിൽ ബി സൈക്കോളജിസ്റ്റ്, ദർ വിൽ ബി പൾമണറി ഡോക്ടേഴ്സ്. കാരണം ലങ്സ് കേട് വന്ന ആൾക്കാരുണ്ട്. ഒരാഴ്ച മുമ്പ് ഒരു പേഷ്യന്റ് വന്നായിരുന്നു. 2 മാസത്തിൽ കൂടുതൽ വീട്ടിൽ ഓക്സിജൻ എടുത്ത ആളാണ്. And she has recovered. And now it's already like 4 months later and still she has breathing difficulty. So അങ്ങനെയുള്ള ഒരു ചെറിയ ശതമാനം ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ട്. So these problems can continue. There are very rare cases where people got lung damage, ended up getting a lung transplant. So ഇതെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ luckily it's a very small minority. How long will these symptoms continue? We don't know. So പിന്നെ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ എല്ലാ ലക്ഷണങ്ങളും പല പേഷ്യന്റുകളിലും കാണുന്നുണ്ട്. So you may need a little bit support for a while till these problems resolve. Another very common situation is people have memory loss. I have some patients who are finding it difficult to drive. Some are getting lost in regular routes that they used to go all the time. So there are lots of such non-specific complaints, and hopefully new treatments will come in the next few months. We are still learning a lot about it. Another thing we must remember is diabetes. A lot of patients who had diabetes, remember diabetic is a high risk category. നമ്മൾ കോവിഡ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സിക്കാവുന്ന ആൾക്കാർ വണ്ണമുള്ളവര്, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവര്, ഡയബറ്റീസ് ഉള്ളവര്, എൽഡർലി, ലങ് ഡിസീസ് ഉള്ളവര്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഉള്ളവര്, അണ്ടർലൈങ് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉള്ളവരൊക്കെ അറ്റ് എ വെരി ഹൈ റിസ്ക്. So and many of these patients, diabetes goes out of control while they are in the hospital. അതിന് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിറോയിഡ്സ് വളരെയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ. അത് നമ്മുടെ നാട്ടിലാണ്, ഇന്ത്യയിലാണ് പൊതുവെ വളരെ കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഈ ഫംഗസ്, ബ്ലാക്ക് ഫംഗസ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങൾ അവിടെ കൂടുതൽ കാണപ്പെടുന്നത്. ഇവിടെ ഇത് ജനറലി ഗവൺമെന്റ് സ്ട്രിക്റ്റ് പ്രോട്ടോകോൾസ് ഉണ്ട്. We go strictly by the protocols. അപ്പോൾ അതുകൊണ്ട് സ്റ്റിറോയിഡ് അബ്യൂസിന്റെ അളവ് വളരെ കുറവാണ്. We don't see much of this problem that we saw in India. പിന്നെ ഉള്ളത്
commonest problems വേറെ ഉള്ളത് ഡയബറ്റീസ് ഇങ്ങനെ ഔട്ട് ഓഫ് കൺട്രോൾ പോവാണെങ്കിൽ യു മസ്റ്റ് ഗോ മീറ്റ് യുവർ ഡോക്ടർ. അപ്പോൾ ഹി ക്യാൻ അഡ്ജസ്റ്റ് യുവർ മെഡിക്കേഷൻസ്. കുറച്ചുകൂടെ ചിലപ്പോൾ ഡോസ് കൂട്ടുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. ഒരു സ്മോൾ പെർസെന്റ് ഓഫ് പേഷ്യൻസിന് പുതിയതായിട്ട് ഡയബറ്റീസ് കോഡ് വന്നതിൽ പിന്നെ വന്നിട്ടുണ്ട്. That's luckily a small percentage, but ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ യുവർ ഫിസിഷ്യൻ ഷുഡ് ബി ഏബിൾ ടു ഫിക്സ് യു ഫോർ ദാറ്റ്. പെർസിസ്റ്റന്റ് ആയിട്ടുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമയാണ്. പേഷ്യൻസ് ടെൻ ടു ഹാവ് prolonged cough, അല്ലെങ്കിൽ ചെസ്റ്റ് ഡിസ്കംഫർട്ട്, ഹെഡേക്ക്, ജോയിന്റ് പെയിൻസ്. പിന്നെ പറയുന്ന ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ they just don't feel clear. വൈറസിന്റെ ഒരു പ്രസൻസ് തീർച്ചയായിട്ടും ബ്രെയിൻ ടിഷ്യൂവിൽ ഉണ്ട്. So rash, mood changes, all that is there, but luckily they are not life threatening, and oftentimes it goes away over time. Pinne namukku cheyanullathu, okay, another thing I thought I should mention, innale avayittu vilicha aal ennodu paranjathu, he was advised by the government to quarantine himself at home and care for himself. The problem is he is alone at home. അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാർ എന്തോ ചെയ്യേണ്ടത്? ഐ എം ഷുവർ സം ഓഫ് അവർ ഫ്രണ്ട്സ് മേ ബി ഇൻ ദ സെയിം സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് ഓൾവേസ് ഗോ ബൈ ദ ഗവൺമെന്റ് അഡ്വൈസ്, നാഷണൽ പ്രോട്ടോകോൾ. ഇറ്റ് ഷുഡ് ബി അണ്ടർ ക്ലിനിക്കൽ സൂപ്പർവിഷൻ. ഡെഫിനറ്റ്ലി അവർ വിളിച്ച് തിരക്കും. അവർ തീർച്ചയായിട്ടും നമ്മൾ ആസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, ആസ് എ കമ്മ്യൂണിറ്റി, വി ഷുഡ് ഓൾസോ ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. തിരക്കണം, എങ്ങനെയുണ്ട്, ആർ യു ഫീലിംഗ് ഓക്കെ? ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു മസ്റ്റ് ഇൻഫോം. ഓക്സിജൻ ലെവൽ, പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു മെഷീൻ ഉണ്ട്, നമ്മുടെ വിരലയിൽ ഘടിപ്പിക്കാവുന്നതാണ്. ഇറ്റ്സ് അവൈലബിൾ ഇൻ ദ ഫാർമസീസ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ പ്രൊവൈഡ് ഇറ്റ് ടു ദം, ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്പ്. കാരണം ഇഫ് ദേ ഡോണ്ട് ഹാവ് ഇറ്റ്, അപ്പൊ 94% താഴെയാണെങ്കിൽ ദാറ്റ്സ് ഓൾറെഡി വി ഷുഡ് പ്രോബ്ലി ഇൻഫോം ദം. ബട്ട് ഇഫ് യു ആർ ബിലോ 90, ദെൻ ഡെഫിനറ്റ്ലി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കണം. കാരണം ന്യൂമോണിയ കാണാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാളുണ്ട് ആൻഡ് സംബഡി എൽസ് ഈസ് ദെയർ ടു ടേക്ക് കെയർ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ ടു ഐസൊലേറ്റ് ഇൻ വൺ റൂം, ആൻഡ് ആ റൂമിൽ കഴിയുന്നത്ര എയർ സർക്കുലേഷൻ ബെറ്റർ ആക്കിയിട്ട് വിൻഡോ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള മറ്റേ ആൾക്കാർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറയും. അതുപോലെ ഒരാൾ മാത്രം കെയർ ഗിവർ ആയിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പം മറ്റുള്ളവർക്കുള്ള എക്സ്പോഷർ കുറയും. അത് ഡോർ കഴിയുന്നത്ര ക്ലോസ് ചെയ്ത് വെക്കുക. ലിനൻ, തുണികള്, പ്ലേറ്റ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് വാഷ് ഇറ്റ് ആസ് ഓഫൻ ആസ് പോസിബിൾ. ഡെയിലി സർഫസ് ഷുഡ് ബി ക്ലീൻ. പിന്നെ ഫീവർ ഒക്കെ ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുത്താൽ മതി. 90% ഓഫ് കേസസ് ജസ്റ്റ് പാരസെറ്റമോൾ കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആന്റിബയോട്ടിക്സ് ഡസ് നോട്ട് സീം ടു ഹെൽപ്പ്. റിമെമ്പർ, ചുമയില്ല, പനിയില്ല, വിമിഷ്ടമില്ല എങ്കിലും മോസ്റ്റ് ഓഫ് ദി ടൈം ആന്റിബയോട്ടിക് കൊടുക്കാറില്ല. ആഹാരം കൊടുക്കുക, നല്ലപോലെ വെള്ളം കൊടുക്കുക. കൺഫ്യൂഷൻ ഉണ്ട്, നെഞ്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകുന്നതിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. പിന്നെ so what we can do next is of course when we are taking care of somebody at home, വീട്ടിലുള്ളവരെല്ലാവരും തന്നെ മാസ്ക് ഇടണം. That may be a good idea even if there is nobody who is sick. കാരണം that will protect everybody. There is no harm wearing a mask so long as. പിന്നെ മാസ്ക് ഇടുമ്പോൾ എപ്പോഴും ഓർക്കണം, മൂക്കും കൂടെ കവർ ചെയ്യണം. പകുതി പേരും താടിയിൽ മാസ്ക് ഇട്ടുകൊണ്ട് വരുന്നത് നമ്മൾ എല്ലാവരും കാണുന്നതാണ്. സോ കഴിയുന്നത്ര ഔട്ട്ഡോർസ് ആണ് നല്ലത്. Suppose you need to meet anybody, better you meet them outdoors, so you'll both be protected. Wash hands as much as you can. Physical distancing at least 1 meter. The longer the distance aanengil athrayum better aanu. Pinne even if you have meetings, try to keep a shorter time duration, appo exposure korayum. Avoid any crowded places, and of course more than anything I cannot emphasize it enough. Get vaccinated. Pinne ippol we are in a position where government is offering a booster vaccine. So adu
അതിനെക്കുറിച്ച് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ എ മെഡിക്കൽ കെയർ വർക്കർ, അല്ലെങ്കിൽ ഒത്തിരി ഹൈ റിസ്ക് ഏരിയയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എങ്കിൽ ഗവൺമെന്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ തരുന്നുണ്ട്. അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ആൻഡ് we are, is it absolutely necessary? Probably not. Remember, in most of the countries, ഇങ്ങനെ ഒരു ഓപ്ഷൻ is not even available. And officially FDA-യുടെയും CDC-യുടെയും അപ്രൂവൽ ഒരു പിന്നെ തേർഡ് ഡോസിന് വേണ്ടി US-ൽ കൊടുക്കുന്നില്ല. കാരണം they still have not vaccinated a significant proportion of the population. നമ്മൾക്ക് ഇവിടെ ഗവൺമെന്റ് അങ്ങനെ ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. സോ നമ്മളുടെ റിസ്കും ബെനിഫിറ്റും നോക്കിയിട്ട്, ഇഫ് യു ആർ അറ്റ് എ ഹയർ റിസ്ക്, ഇറ്റ് മേ ബി വർത്ത് കൺസിഡറിങ്. ഇഫ് യു ആർ നോട്ട് അറ്റ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റിസ്ക്, ദെൻ വി ക്യാൻ തിങ്ക് അബൌട്ട് പാസിങ് ഇറ്റ്. അപ്പൊ അതൊരു ഡോക്ടറിനോട് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ഹാവ് ടേക്കൺ ആൻഡ് ഐ ഡിഡ് നോട്ട് ഹാവ് എനി പ്രോബ്ലം. സോ ദാറ്റ് ഈസ് ഫ്രം മൈ സൈഡ്. പിന്നെ ഞാൻ പറയാത്ത പല കാര്യങ്ങളുണ്ട്, which I will be willing to discuss if എന്തെങ്കിലും questions ഉണ്ടെങ്കിൽ. So I think I will open the mic for any questions and discussions. അപ്പോൾ let's not make it a long lecture. Thank you very much. ഡോക്ടർ എന്ന് കേട്ടല്ലോ, വളരെ നല്ല രീതിയിൽ ഡോക്ടർ വിഷയം പ്രസന്റ് ചെയ്തു. നമുക്കിനി ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കാണുമായിരിക്കും. ഡോക്ടറോട് ചോദിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ നിങ്ങൾ ഒന്ന് ഹാൻഡ് റേസ് ചെയ്യാമെങ്കിൽ നിങ്ങളെ അതിനുള്ളൊരു പെർമിഷൻ തരുന്നതാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. അപ്പോൾ നമുക്ക് പിന്നെ തന്നെ ഓപ്ഷൻ ഉണ്ടല്ലോ ഹാൻഡ് റേസ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിനുള്ള ഒരു പെർമിഷൻ തരാവുന്നതാണ്. നമുക്ക് ഡോക്ടറോട് നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് സംശയ നിവാരണം വരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ആ സമയം ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.